ഞാൻ പറഞ്ഞു ഇൽബിസൂ മിൻ തിയാബികും അൽബയാൽ, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക. ഹബീബ് റസൂലുള്ളാഹ് ഫഇന്നഹാ മിൻ ഖൈരി തിയാബികും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല വസ്ത്രം എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹ് പറയാണ്. വകഫിനൂ ഫീഹാ മൗതാകും, എന്നിട്ട് അതിൽ തന്നെ നിങ്ങൾ മരിച്ചവരെ മറവ് ചെയ്യുകയും ചെയ്തോളൂ, കഫൻ ചെയ്യുകയും ചെയ്തോളൂ. എന്നിട്ട് ആദ്യ റസൂലുള്ളാഹ് പറഞ്ഞു ഇൽബിസൂ മിൻ തിയാബികും അൽബയാൽ, നിങ്ങൾ വെള്ള വസ്ത്രം ധരിച്ചോളൂ. ഫഇന്നഹാ ഖൈറു തിയാബികും, അതാണ് നിങ്ങൾക്ക് നല്ല വസ്ത്രം. എന്നിട്ട് റസൂലുള്ളാഹ് പറയാണ് വകഫിനൂ ഫീഹാ മൗതാകും, ധരിച്ചു കഴിഞ്ഞാൽ അതന്നെ നിങ്ങൾക്ക് നല്ലത്. ധരിച്ചു കഴിഞ്ഞാൽ മാത്രമുള്ള സംഗതിയല്ല ഈ വെള്ളം എന്ന് പറഞ്ഞ സംഗതി. ജീവിച്ചിരിക്കുമ്പോൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവർ പണ്ഡിത ലോകം അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പണ്ഡിത ലോകം ചെയ്യുന്നതിനാണ് എപ്പോഴും ഇത്തിബാഅ് ചെയ്യേണ്ടത്. പിന്നെ ചില ആളുകളൊക്കെ അത് ഇത്തിബാഇന്റെ ഭാഗമല്ല, ചിലപ്പോൾ ചില മഹബ്ബത്തിന്റെ ഭാഗമായിട്ട് ചിലർ ചെയ്യും അങ്ങനെയൊക്കെ. പക്ഷെ റസൂലുള്ളാഹിന്റെ സുന്നത്ത് എപ്പോഴും പണ്ഡിതന്മാർ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്, ഫിഖ് നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. ചില ആളുകൾ മശായിഖന്മാരൊക്കെ അവരുടെ ഹാല് ഓരോ ഹാലാണ്, ആ ഹാലിൽ അവരിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടാവും. അത് നമ്മൾ ഇത്തിബാഅ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇത്തിബാഅ് ചെയ്യേണ്ടത് ആരെയാണ്? ഫിഖിന്റെ കിതാബുകൾ കൃത്യമായി പറയുന്നുണ്ട്. ഫിഖ് പഠിച്ച യഥാർത്ഥ ആലിമീങ്ങളെയാണ് ഇത്തിബാഅ് ചെയ്യേണ്ടത്. അല്ലെ, ശിയ വലിയുള്ളാഹിയുടെ കാലത്ത് അല്ലാഹു ദർജ കൊടുക്കുമാറാവട്ടെ. അങ്ങനെ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ഫത്വ കൊടുത്തതാണ്. അവരൊക്കെ വലിയ മർത്തബയുള്ള ആളാണ്, പക്ഷേ അവർക്ക് ഫിഖിന്റെ തക്ലീഫ് നഷ്ടപ്പെട്ട ആളുകളാണ്. അങ്ങനത്തെ മസ്താന്മാർ നമ്മൾ പറയും, അവരെ നമ്മൾ ഇത്തിബാഅ് ചെയ്യാൻ പാടില്ല. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ പണ്ഡിതന്മാർ അത്തരം വലിയമാർ വരുമ്പോ തന്നെ പണ്ഡിതന്മാർ പറയുന്നതാണ് അവർ ഇത്തിബാഅ് ചെയ്യാൻ പാടില്ല. ഫിഖിന്റെ വിഷയങ്ങളിൽ റസൂലുള്ളാഹിന്റെ സുന്നത്ത് ചിലപ്പോൾ അവർ വേറെ ലോകത്തായിരിക്കും, അവർക്കൊക്കെ കഴിഞ്ഞ് വലിയ ഹാല് നടക്കുന്ന ആളുകളാണ്. അവർക്ക് ചിലപ്പം തക്ലീഫിന്റെ ഹാല് നഷ്ടപ്പെടും. അവർ എഴുതിയ ഗ്രന്ഥങ്ങൾ പോലും വായിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് മനസ്സിലാവില്ല, അത് അവരുടെ ഭാഷയും അവരുടെ ലോകവും വേറെയാണ്. അത് അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മനസ്സിലാവുള്ളൂ, അത് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. അതെല്ലാവരും പിന്നെ പിൻപറ്റമായ നമ്മുടെ സുന്നത്തൊക്കെ നഷ്ടപ്പെടും, പല കോലത്തിലായി പോകും. അതുകൊണ്ട് ഫിഖിന്റെ വിഷയത്തിൽ അതിന് യോഗ്യരായ ആലിമീങ്ങളെ മാത്രമേ പിൻപറ്റാൻ പറ്റുള്ളൂ. അവരെങ്ങനെയാണ് ബോധനം ധരിച്ചത്, അവരെങ്ങനെയാണ് വസ്ത്രം ധരിച്ചത്, അവരേത് വസ്ത്രമാണ് ധരിച്ചത്, ഫിഖിന്റെ കിതാബ് അനുസരിച്ചായിരിക്കും അവരുടെ ജീവൻ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാവുക. ഫിഖിന്റെ കിതാബ് അൽ ഇസ്തിൻബാത്ത് മിനൽ ഖുർആനി വസ്സുന്നഹ്, ജീവിതകാലം മുഴുവൻ ജീവസമർപ്പണം നടത്തി ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പിടിച്ചെടുത്ത ഇസ്തിൻബാത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫിഖിന്റെ കിതാബുകൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു ബോധം നൽകുമാറാവട്ടെ. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കേരളത്തിൽ നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി എടുത്തിരുന്നു. നമുക്ക് ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ്, എന്നാണ് പറയുന്നത്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ള വസ്ത്രമാണ് ഉത്തമം, വെള്ളയെ നിങ്ങൾ സ്നേഹിക്കണം, വെള്ളയിൽ തന്നെ നിങ്ങൾ കഫൻ ചെയ്യുകയും വേണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ കുളിപ്പിക്കുമ്പോഴും ചെയ്യാറുണ്ടല്ലോ വെള്ള വസ്ത്രം അല്ലേ ഉപയോഗിക്കാറുള്ളത്. അതും സുന്നത്ത്. കുളിപ്പിക്കുമ്പോൾ ഉണാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്ത്രമൊക്കെ വെള്ളയാവലാണ് സുന്നത്ത് എന്നുള്ളതാണ്. ലാ തുഗാലു ഫിൽ കഫനി ഫഇന്നഹു യുബ്ലാ സരിആ, വലിയ വില കൂടിയ വസ്ത്രമൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത് എന്തിന്? കഫൻ ചെയ്യാൻ വേണ്ടി. ഫഇന്നഹു യുബ്ലാ സരിആ, നാളെ 2 ദിവസം കഴിഞ്ഞ് തിരുമ്പി പോകാനുള്ളതല്ലേ. 2 ദിവസം മുമ്പ് അതിപ്പോ തൽക്കാലം മയ്യത്തിന് മറക്കാനുള്ള സംഗതി മാത്രം, അത്രേ ഉള്ളൂ. വലിയ ആഡംബര ഇപ്പൊ മരിച്ചതല്ലേ നമ്മൾ നടക്കുന്ന നല്ല എവിടെ പോവാം, പിന്നെ കല്യാണ സിൽക്കിലോ ഇവിടെ പോയിട്ട് നല്ല മുദ്യയിനും ഭയക്കൊണ്ടിരുന്നു വേണ്ട. ഒരു കാര്യമില്ല, 2-3 ദിവസത്തിനുള്ളിൽ ഉരുമ്പി പോവാനുള്ള ഒരു വസ്ത്രമാണത്. അതുകൊണ്ട് നിങ്ങൾ അതിനെ വില കൂടിയതാക്കരുതെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, കുട്ടികള് യതീമുകളായ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി എല്ലാ ചെലവും ചുരുക്കണം. മയ്യത്തിന് ചെറിയ കുട്ടികളുണ്ടാവുമല്ലോ, അവർക്ക്, കാരണം അവർക്ക് കൂടി അവകാശപ്പെട്ട സ്വത്തിലാണ് നമ്മളെ കളിക്കുന്നത് ഓർക്കണം. ഗൗരവപ്പെട്ട വിഷയമാണ്. അവരെ കൂടി അവകാശപ്പെട്ട സ്വത്തിൽ കളിക്കുമ്പോൾ വളരെ ഏറ്റവും ചെലവ് ചുരുക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം. മയ്യത്തുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും വളരെ ചെലവ് ചുരുക്കിയിട്ടായിരിക്കണമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ റസൂലുള്ളാഹി പറയുന്നു, ഹസ്സിനു അക്ഫാന മൗതാകും ഫഇന്നൽ മൗതാ തതബാഹാ ബിഅക്ഫാനിഹിം, കഫൻ ചെയ്യുമ്പോൾ അതിനെ മനോഹരമാക്കുക. ഇങ്ങനെ കടിക്കൂട്ട് കെട്ടിയിട്ട് എന്ത് ചെയ്യരുത്, സിസ്റ്റം നമ്മളെ ആ രീതിയിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, പൊതിഞ്ഞിട്ട് അതൊക്കെ അതിന്റെ ഭംഗിയാണ്. അങ്ങനെ ഭംഗിയിൽ തന്നെ നിങ്ങൾ പറഞ്ഞേക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത്രയും കാര്യമാണ് പ്രധാനമായിട്ട് ഇൻഷാല്ലാഹ് എങ്ങനെയാണ് ദഫൻ ചെയ്യുന്നതിന്റെ രീതികളും മറ്റതൊക്കെ, അതുപോലെ ഈ ദഫൻ ചെയ്യുന്ന രീതി അല്ലാഹു നമുക്ക് നാഫിയായി പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ മരണം നല്ല രീതിയിലാക്കി തരട്ടെ. അല്ലാഹുവേ എല്ലാ ബാധ്യതകളും നിറവേറ്റിക്കൊണ്ടതിലേക്ക് മടങ്ങി വരാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ ഹത്തുകൾ, ജനങ്ങളുമായുള്ള ഹത്തുകൾ, കടങ്ങൾ മറ്റെല്ലാം വീട്ടാനുള്ള സൗഭാഗ്യമാക്കി നൽകണം റഹ്മാനേ. തൗഫീഖ് നൽകണം റബ്ബേ. മറ്റുള്ളവരുടെ ഹത്തുകളൊക്കെ പറഞ്ഞ് പൊരുത്തപ്പെടിയിക്കാനുള്ള നല്ല മനസ്സുകൾക്ക് നൽകണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനോടുകൂടി മരിപ്പിക്കണം റഹ്മാനേ. ഈമാൻ സലാമത്താക്കി തരണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് നല്ല സ്ഥലത്ത്, നല്ല ഹദ്റത്തിൽ, നല്ല മജ്ലിസിലാക്കി തരണം റഹ്മാനേ. ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നീ എല്ലാം കാമിലാക്കി തരണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങൾ പഠിച്ച ഇൽമിന്റെ പുണ്യം കണ്ട് ആസ്വദിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാഹു ഞങ്ങളെ പഠിപ്പിച്ചവർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ റഹ്മാനേ, അവർക്കൊക്കെ അവരുടെ മരിച്ചുപോയവരുടെ ഖബറിലേക്ക് നിന്റെ തവാബിൽ നീ എത്തിച്ചു കൊടുക്കണം റബ്ബേ. പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, ഇതിനു വേണ്ടിയൊക്കെ സൗകര്യം ഒരുക്കിയോ അല്ലാഹ് എല്ലാവർക്കും ഇരുലോകത്തും ഖൈർ ചെയ്യണം റഹ്മാനേ. ഇരുലോകത്തും ഖൈർ ചെയ്യണം റബ്ബേ. ഈ സദസ്സുകൾക്ക്, പള്ളികൾക്ക്, മദ്രസകൾക്ക്, സ്ഥാപനങ്ങൾക്കൊക്കെ ഖാദിമീങ്ങളായി സേവനമനുഷ്ഠിക്കുന്നവർ ആഫിയത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനേ. നിങ്ങൾക്ക് ആഫിയത്തോടുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനേ. ആഫിയത്തോടുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനേ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.